കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പുതിയ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, ഒരു ഒരു കഥ എഴുതുന്നതിനെക്കുറിച്ചോ ഡിജിറ്റൽ പെയിന്റിംഗ് ചെയ്യുന്നതിനെക്കുറിച്ചോ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജനറേറ്റീവ് AI എന്നൊരു പുതിയ ടെക്നോളജിയെക്കുറിച്ചാണ്. അതെ. ഇതിന്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഇത് ഉപയോഗിച്ചു തുടങ്ങാൻ വലിയ കോഡിംഗ് പരിജ്ഞാനമൊന്നും വേണ്ട എന്നതാണ്. ശരിയാണ്. അതാണ് ഇതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ചില ലേഖനങ്ങളും വീഡിയോകളും പിന്നെ കുറച്ച് ഓൺലൈൻ ടൂൾസും ഒക്കെ വെച്ച് ഇതെന്താണെന്നും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും തുടക്കക്കാർക്കും ഇതെങ്ങനെ ഉപയോഗിച്ചു തുടങ്ങാമെന്നും ഒന്ന് നോക്കാമല്ലേ? തീർച്ചയായും. ഇന്ന് നമ്മൾ ജനറേറ്റീവ് AIയുടെ ബേസിക്സ്, അതിൻ്റെ ഒരു പ്രാധാന്യം, പിന്നെ കോഡിംഗ് അറിയാതെ തന്നെ ChatGPT, ടീച്ചബിൾ മെഷീൻ, ഗൂഗിൾ AI സ്റ്റുഡിയോ പോലുള്ള ടൂളുകൾ വെച്ച് എങ്ങനെ ഒരു തുടക്കമിടാം എന്നൊക്കെയാണ് നോക്കുന്നത്. വളരെ സിമ്പിളായിട്ട്. അതെ, ലളിതമായിട്ട്. അപ്പോ എന്താണ് ഈ ജനറേറ്റീവ് AI? ശരിക്കും സിമ്പിളായി പറഞ്ഞാൽ ഇപ്പോ സാധാരണ AI ഡാറ്റയെ അനലൈസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അതെ, പാറ്റേണുകൾ കണ്ടെത്താൻ. എന്നാൽ ജനറേറ്റീവ് AI പേര് സൂചിപ്പിക്കുന്നത് പോലെ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടാക്കുകയോ? അതായത് ടെക്സ്റ്റ് എഴുതുക, ചിത്രം വരയ്ക്കുക, സംഗീതമുണ്ടാക്കുക, എന്തിന് കോഡ് വരെ ജനറേറ്റ് ചെയ്യാൻ ഇതിന് പറ്റും. ഓഹോ, അപ്പൊ സാധാരണ AI ഒരു അനലിസ്റ്റ് ആണെങ്കിൽ ഇത് ഒരു ആർട്ടിസ്റ്റിനെ പോലെയാണോ? അതൊരു നല്ല താരതമ്യമാണ്. നിലവിലുള്ള ഒരുപാട് ഡാറ്റയിൽ നിന്ന് പഠിച്ച് ആ പാറ്റേൺസ് ഉപയോഗിച്ച് മുൻപ് കാണാത്ത പുതിയ ഔട്ട്പുട്ടുകൾ ഉണ്ടാക്കുകയാണിത് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പിന്നിലെ പ്രധാന ആശയം ഫൗണ്ടേഷൻ മോഡലുകളാണ്. ഫൗണ്ടേഷൻ മോഡലുകൾ. അതെ, അതായത് ഒരുപാട് ഡേറ്റ, ഇപ്പോൾ ഇന്റർനെറ്റിലെ വലിയൊരു ഭാഗം ടെക്സ്റ്റും ചിത്രങ്ങളുമൊക്കെ ഉപയോഗിച്ച് മുൻകൂട്ടി ട്രെയിൻ ചെയ്തെടുത്ത വലിയ മോഡലുകൾ. ഭീമൻ മോഡലുകൾ. അതെ, ഇവയെ പിന്നീട് നമുക്ക് ആവശ്യമുള്ള ചെറിയ കാര്യങ്ങൾക്കായിട്ട് മാറ്റിയെടുത്താം, ഫൈൻ ട്യൂൺ ചെയ്യാം എന്ന് പറയും. ഓക്കെ. നമ്മൾ കേൾക്കുന്ന ഈ ChatGPT അതൊക്കെ ഇതിന്റെ ഭാഗമാണോ? അതെ, ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ LLMകൾ എന്ന് കേൾക്കുന്നില്ലേ? ഉണ്ട്. അത് ഈ ജനറേറ്റീവ് AIയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കൂടുതലും ടെക്സ്റ്റ് ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കുന്നവ. ഇതെന്തുകൊണ്ടാണ് ഇപ്പം ഇത്ര വലിയൊരു സംഭവമായി മാറിയത്? പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതെങ്ങനെ ഉപകാരപ്പെടും? ഇതിന്റെ സാധ്യതകൾ ശരിക്കും വളരെ വലുതാണ്. ഇപ്പോ ഒരു അസൈൻമെന്റിന് പുതിയ ഐഡിയ കിട്ടാൻ, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന് ഡിസൈൻ ഉണ്ടാക്കാൻ, എന്തിനെ പുതിയ മരുന്ന് കണ്ടുപിടിക്കുന്ന ഗവേഷണത്തിൽ വരെ ഇതിന്റെ സഹായം തേടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആണോ? അതെങ്ങനെ? ചില പഠനങ്ങൾ പറയുന്നത് റിസർച്ചിലെ ആ ഒരു ഐഡിയ ഉണ്ടാക്കുന്ന ഘട്ടമില്ലേ, അതിന്റെ സമയം കുറയ്ക്കാൻ ഇത് സഹായിക്കും എന്നാണ്. കൊള്ളാം. പിന്നെ കോഡിംഗ് അറിയാത്തവർക്കും ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. അതെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാം. ഇപ്പോഴത്തെ ഈ LLMകളുടെ കഴിവുണ്ടല്ലോ, അതിന് പിന്നിൽ എന്താണ്? പ്രധാനമായും ട്രാൻസ്ഫോമർ എന്നൊരു ആർക്കിടെക്ചറാണ്. അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ് എന്നൊരു പേപ്പർ വന്നതോടെയാണ് ഈ രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായത്. അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ്. അതെ, വാചകങ്ങളിലെ പ്രധാനപ്പെട്ട വാക്കുകൾക്ക് കൂടുതൽ ശ്രദ്ധ അഥവാ അറ്റൻഷൻ കൊടുത്ത് അതിന്റെ സന്ദർഭം നന്നായി മനസ്സിലാക്കാൻ ഈ ആർക്കിടെക്ചർ മോഡലുകളെ സഹായിക്കും. ഓക്കെ, മനസ്സിലായി. ഓപ്പൺ AIയുടെ ChatGPT ഒക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണല്ലേ? തീർച്ചയായും. ChatGPT, ഗൂഗിളിന്റെ ജെമിനി, ഇതൊക്കെ ട്രാൻസ്ഫോമർ ബേസ്ഡ് ആണ്. പിന്നെ ഈ മോഡലുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ മോഡൽ കാർഡുകൾ ഉണ്ടാവാറുണ്ട്. മോഡൽ കാർഡുകളോ? അതെ, അത് മോഡലിന്റെ കഴിവുകൾ, പരിമിതികൾ, എന്ത് ഡാറ്റ ഉപയോഗിച്ചു എന്നൊക്കെ ഒരു ഏകദേശ ധാരണ തരും. പക്ഷെ ആ വിവരങ്ങൾ പലപ്പോഴും മോഡൽ ഉണ്ടാക്കിയവർ തരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ബയസ് ഉണ്ടാവാം എന്നും ഓർക്കണം. ശരി. ഡേറ്റയിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഉത്തരത്തിലും അത് കാണിക്കുമോ? സാധ്യതയുണ്ട്. ഡേറ്റയിലെ പക്ഷപാതം ഔട്ട്പുട്ടിലും വരാം. അതൊരു പ്രധാന വെല്ലുവിളിയാണിപ്പോഴും. കോഡിംഗ് അറിയണ്ട എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്കിത് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുക? അതിനിപ്പോൾ ഒരുപാട് ടൂൾസ് ഉണ്ട്, വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നവ. ഉദാഹരണത്തിന് ഇപ്പോൾ ChatGPT വെച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഒരു ഇമെയിൽ എഴുതാൻ സഹായിക്കാൻ പറയാം, അങ്ങനെ പലതും. പിന്നെ ഗൂഗിളിന്റെ ടീച്ചബിൾ മെഷീനുണ്ട്. അത് രസകരമാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ ക്യാമറ വെച്ച് കോഡൊന്നും എഴുതാതെ സാധനങ്ങളെ തിരിച്ചറിയാൻ ഒരു മോഡലിനെ പഠിപ്പിക്കാം. ആണോ? സിമ്പിളായിട്ട്. അതെ, നിങ്ങൾ കുറച്ച് ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി. അതുപോലെ ഗൂഗിൾ AI സ്റ്റുഡിയോ ഉണ്ട്, അവിടെ ലേറ്റസ്റ്റ് മോഡലുകൾ പരീക്ഷിക്കാം. ഈ ടൂൾസ് ഒക്കെ എങ്ങനെയാണ് ഈ വലിയ മോഡലുകളുമായി സംസാരിക്കുന്നത്? അവിടെയാണ് APIകൾ വരുന്നത്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. API. അതെ, അതൊരു ഇടനിലക്കാരൻ പോലെയാണ്, സോഫ്റ്റ്വെയറുകൾ തമ്മിൽ സംസാരിക്കാനുള്ളൊരു വഴി.
നമ്മൾ നേരിട്ട് കോഡ് എഴുതുന്നില്ല, ആ ടൂൾ API വഴി മോഡലുമായിട്ട് സംസാരിച്ചോളും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ സിമ്പിളാവുന്നു. അതെ. പിന്നെ ഹഗ്ഗിംഗ് ഫേസ് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ആയിരക്കണക്കിന് മോഡലുകളുണ്ട്. പലതും നമുക്ക് അവിടെ തന്നെ പരീക്ഷിച്ചു നോക്കാം. ഈ മോഡലിന് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശത്തിന് എന്തെങ്കിലും പേരുണ്ടോ? ഉണ്ട്. അതിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. പ്രോംപ്റ്റ്. അതെ, നിങ്ങൾ എന്ത് പ്രോംപ്റ്റ് കൊടുക്കുന്നോ അതനുസരിച്ചിരിക്കും കിട്ടുന്ന ഉത്തരം. ഈ പ്രോംപ്റ്റും ഉത്തരവുമൊക്കെ മോഡൽ കാണുന്നത് ടോക്കണുകൾ എന്ന ചെറിയ യൂണിറ്റുകളായിട്ടാണ്. വാക്കുകളോ വാക്കിന്റെ ഭാഗങ്ങളോ ഒക്കെ ആവാം ടോക്കൺ. ഓക്കെ. കുറച്ചുകൂടി താല്പര്യമുണ്ടെങ്കിൽ ലാമ 3 പോലുള്ള ചില മോഡലുകളുടെ ചെറിയ വേർഷൻസ് ഒലാമ പോലുള്ള ടൂളുകൾ വെച്ച് സ്വന്തം കമ്പ്യൂട്ടറിൽ തന്നെ റൺ ചെയ്യാനും പറ്റും. കൊള്ളാം. അപ്പോൾ ഒരു തുടക്കക്കാരന്, ഒരു വിദ്യാർത്ഥിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു വഴി പറഞ്ഞാൽ? ആദ്യം എന്താണ് ജെൻഎഐ, LM എന്നൊക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. ശരി. രണ്ടാമതായി ഈ പറഞ്ഞ ടൂൾസ് ChatGPT, ടീച്ചബിൾ മെഷീൻ, ഗൂഗിൾ AI സ്റ്റുഡിയോ, ഹഗ്ഗിംഗ് ഫേസ് ഒക്കെ ഒന്ന് കേറി നോക്കുക, പരിചയപ്പെടുക. ഓക്കെ, വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതെ. മൂന്നാമതായി വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊടുത്ത് പരീക്ഷിക്കുക. ഒരു പൂച്ചയുടെ ചിത്രം വരയ്ക്കാൻ പറയുക, അല്ലെങ്കിൽ ഒരു തമാശ പറയൂന്നൊക്കെ. ചെറിയ ചെറിയ കാര്യങ്ങൾ. അതെ. ആ ചെറിയ വിജയങ്ങൾ കിട്ടുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും. പിന്നെ പതിയെ കൂടുതൽ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ നോക്കാം. അതാണ് പ്രധാനം, ആത്മവിശ്വാസം നേടുക. ശരിയാണ്. തുടക്കത്തിൽ ഒരുപാട് തിയറി പഠിക്കാതെ പ്രാക്ടിക്കലായി ചെയ്തു നോക്കുന്നതാണ് നല്ലത്. ഓരോ ടൂളിനും അതിന്റെ ഗുണവും ദോഷവും ഉണ്ടാവും. അത് ഉപയോഗിച്ചു മനസ്സിലാക്കുക. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞാൽ, ജനറേറ്റീവ് AI പുതിയവുണ്ടാക്കുന്നു. അതെ. ടെക്സ്റ്റ്, ചിത്രം, സംഗീതമൊക്കെ. ഫൗണ്ടേഷൻ മോഡലുകളാണ് ഇതിന്റെ അടിസ്ഥാനം. വലിയ പ്രീ ട്രെയിൻഡ് മോഡലുകൾ. ChatGPT, ടീച്ചബിൾ മെഷീൻ പോലുള്ള ടൂളുകൾ വഴി കോഡിംഗ് ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാം. തീർച്ചയായും APIകൾ അത് എളുപ്പമാക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനം, ലളിതമായി തുടങ്ങി പരീക്ഷിക്കുന്നതാണ് നല്ലത്. ചെറിയ സ്റ്റെപ്പുകൾ വെക്കുക. അതെ. അപ്പോ ഒരു ആക്ഷൻ സ്റ്റെപ്പായിട്ട് ഈ ആഴ്ച ChatGPTയോടൊരു ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ ടീച്ചബിൾ മെഷീൻ വെറുതെ ഒന്ന് തുറന്നു നോക്കുകയോ ചെയ്യാമല്ലോ, അല്ലേ? തീർച്ചയായും അതൊരു നല്ല തുടക്കമാവും. അടുത്ത തവണ നമുക്ക് ഈ മോഡലുകൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതെന്നതിനെക്കുറിച്ച് സംസാരിക്കാം. മെഷീൻ ലേണിംഗ്. അതെ. മെഷീൻ ലേണിംഗിന്റെ പിന്നിലുള്ള ചില ആശയങ്ങൾ, ന്യൂറൽ നെറ്റ്വർക്കുകൾ, സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഒക്കെ വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം. കൊള്ളാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ടൂളുകൾ ഇനിയും ഒരുപാട് ശക്തമാവും. അപ്പോൾ നമ്മുടെ പഠനരീതികളും ജോലി ചെയ്യുന്ന രീതികളും, എന്തിന് നമ്മുടെ ചിന്തകളെ വരെ ഇതെങ്ങനെയായിരിക്കും സ്വാധീനിക്കാൻ പോകുന്നത്? അതൊരു വലിയ ചോദ്യമാണ്.